പ്രൈസ് ദി ലോർഡ്. നമുക്കൊന്ന് പ്രാർത്ഥിച്ചങ്ങ് ആരംഭിക്കാം. आइए प्रार्थना करके हम शुरू करें. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഞങ്ങൾ ദൈവപാദത്തിലേക്ക് അടുത്തു വരുന്നു. मेरे प्रभु मेरे परमेश्वर, हम आपके चरणों के पास आते हैं. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് വരുവാനും പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കുവാനും ഞങ്ങൾക്ക് കൃപ തരണമേ. आज शाम को आपके सन्निधि में आते हैं और पवित्र आत्मा के बारे में हम सीखने के लिए हमें कृपा दीजिएगा. പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങളുടെ നാവോടുകൂടെ ഇരിക്കണമേ. और पवित्र आत्मा आप ही हमारे अधरों में रहिएगा. അങ്ങയുടെ ജനത്തോട് അങ്ങ് തന്നെ ഇടപെടണമേ. आपके जन से आप ही बात करिएगा. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. प्रभु यीशु मसीह के नाम से आमीन. പരിശുദ്ധാത്മാവിനെ ഞാൻ ആദ്യമേ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പരിചയപ്പെടുത്താം. आज सबसे पहले मैं पवित्र आत्मा के बारे में पवित्र आत्मा को आपसे परिचित कराना चाहता हूँ. പരിശുദ്ധാത്മാവ് ദൈവമത്രേ. पवित्र आत्मा परमेश्वर है. ദൈവം എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് എന്താണ്? परमेश्वर से आप क्या समझते हैं? ഒന്ന്, തനിക്ക് ആദ്യമില്ല. രണ്ട്, തനിക്ക് അന്തമില്ല. पहला, जिसकी शुरुआत नहीं है और जिसका अंत नहीं है. പരിശുദ്ധാത്മാവിന് ആദിയില്ല. ആദി മുതൽ പരിശുദ്ധാത്മാവുണ്ട്. पवित्र आत्मा की शुरुआत नहीं है, लेकिन शुरुआत से ही पवित्र आत्मा है. പരിശുദ്ധാത്മാവിന് അന്തമില്ല. അന്തം കഴിഞ്ഞാലും പരിശുദ്ധാത്മാവുണ്ട്. पवित्र आत्मा का अंत नहीं है, लेकिन अंत के बाद भी पवित्र आत्मा है. ക്രിസ്തീയ ഗോളത്തിൽ നമ്മൾ ദൈവത്തെക്കുറിച്ച് അറിയുന്നത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന മൂന്ന് വ്യക്തിത്വങ്ങളെ ഒരുമിച്ച് ചേർത്താണ്. इस मसीही जगत में हम जो है परमेश्वर को त्रिएक परमेश्वर के नाम से जानते हैं, जिसमें पिता परमेश्वर, पुत्र और पवित्र आत्मा है. പിതാവിന് ഒരാളത്വമുണ്ട്, പുത്രന് ഒരാളത്വമുണ്ട്, പരിശുദ്ധാത്മാവിനും ഒരാളത്വമുണ്ട്. पिता परमेश्वर का एक व्यक्तित्व है, पुत्र परमेश्वर का एक व्यक्तित्व है, और इसी प्रकार पवित्र आत्मा का भी एक व्यक्तित्व है. പിതാവും പുത്രനും തമ്മിൽ സംസാരിക്കുന്നത് കാണാം. पिता पुत्र से बात करते हैं, ये हम पाते हैं. പുത്രൻ യേശുവിനുള്ളത് എടുത്ത് നമുക്ക് തരും എന്ന് യേശു പരിശുദ്ധാത്മാവിനെ പരിചയപ്പെടുത്തി. और पिता से मांग कर पुत्र कहते हैं कि हम पवित्र आत्मा को देंगे. हम इसमें पवित्र आत्मा को भी पाते हैं. മൂന്ന് വ്യക്തിത്വങ്ങളായി കാണാം. इस प्रकार से तीन व्यक्तित्व को हम पाते हैं. രണ്ട്, സൃഷ്ടിയെങ്കിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ടായിരുന്നു. और सृष्टि में भी हम पिता, पुत्र और पवित्र आत्मा को पाते हैं. യോബിന്റെ പുസ്തകത്തിൽ പറയുമ്പോൾ നിന്റെ ആത്മാവിനെ നീ അയക്കുന്നു, അവ ജീവിപ്പിക്കപ്പെടുന്നു. നിന്റെ ശ്വാസം നീ അയക്കുന്നു, സകലതും ജീവിപ്പിക്കപ്പെടുന്നു എന്ന് കാണാം. अय्यूब की किताब में हम पाते हैं कि तू अपनी आत्मा को भेजकर मुझे जिलाता है, तू अपने श्वास को भेजकर मुझे जिलाता है. ശ്വാസമെന്ന് നമ്മുടെ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന ആ വാക്ക് റൂവ എന്ന വാക്കിൽ നിന്നാണ്. हिंदी में जो श्वास शब्द का प्रयोग किया गया है, उसका हिब्रू भाषा में अगर हम देखेंगे तो रूहा के नाम से जानते हैं. അങ്ങനെ പരിശുദ്ധാത്മാവ് റൂഹ സൃഷ്ടികർത്താവാണ്. और इस प्रकार रूहा यानी पवित्र आत्मा वो सृष्टिकर्ता है. കാലത്തിന്റെ പോക്കിൽ ഭൂമി പാഴും ശൂന്യവും ആയി. समय के बीतने के अनुसार भूमि जो है बेडौल पड़ी थी, सुनसान पड़ी थी. എന്തുകൊണ്ടാണ് എങ്ങനെയാണെന്ന് ഇന്ന് നമുക്ക് തൊടാൻ പറ്റത്തില്ല. वो किस कारण से हुई थी आज मैं आपको नहीं बता पाऊंगा. രണ്ടായാലും ഭൂമി പാഴും ശൂന്യവുമായി. लेकिन भूमि बेडौल और सुनसान पड़ी थी. ദൈവം ഭൂമിയെ വെള്ളം കൊണ്ട് മൂടി. और परमेश्वर ने जल से भूमि को भर दिया. മീതെ ഇരുളുണ്ടായിരുന്നു. और उसके ऊपर अंधकार था, अंधेरा था. ആ ഇരുളിനും മീതെ പരിശുദ്ധാത്മാവ് ഭൂമിയെ പരിപാലിച്ചു. और उस अंधेरे के ऊपर पवित्र आत्मा ने इस पृथ्वी की जो है निगरानी. സൃഷ്ടിയെങ്കിൽ ആത്മാവുണ്ടായിരുന്നു. तो सृष्टि में हम पवित्र आत्मा को पाते हैं. സംരക്ഷണത്തിൽ ആത്മാവുണ്ട്. और सुरक्षा में भी पवित्र आत्मा है. ഇന്നും ഒരു ദൈവ പൈതലിനെയും ഭൂമിയെയും സംരക്ഷിക്കുന്നതിൽ പരിശുദ്ധാത്മാവിനൊരു പങ്കുണ്ട്. आज भी परमेश्वर के जन की सुरक्षा और निगरानी करने के लिए पवित्र आत्मा है. ത്രിയേകനായ ദൈവത്തിന്റെ മൂന്നാമത്തെ ഭാഗമാണ് പരിശുദ്ധാത്മാവ്. और त्रिएक परमेश्वर का तीसरा व्यक्तित्व है पवित्र आत्मा. നമുക്ക് അല്പം കൂടെ നന്നായി മനസ്സിലാകുന്ന ഭാഷയിൽ ഞാനത് തൊടാം. और आपको और मुझको समझने के लिए एक सरल भाषा में मैं आपको ഒരു समझाना चाहता സാധാരണ സഭയ്ക്ക് ഒരു കമ്മിറ്റി ഉണ്ടായിരിക്കും. हूं. एक साधारण कलीसिया की एक कमेटी होती है. ആ കമ്മിറ്റിക്ക് ഒരു പ്രസിഡന്റ് കാണും. और उस कमेटी में एक प्रेसिडेंट होते हैं. സാധാരണഗതിയിൽ ഒരു സെക്രട്ടറി ഉണ്ടായിരിക്കും. और उसमें एक सेक्रेटरी भी होते हैं. ഒരു ട്രഷറർ ഉണ്ടായിരിക്കും. और उसमें एक ट्रेशरर भी होते हैं. ചിലപ്പോൾ കമ്മിറ്റി മെമ്പേഴ്സും കാണും. और कुछ कमेटी के मेंबर्स भी होते हैं. ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്നാണ് ഒരു കമ്മിറ്റി. और ये सारे मिलकर एक कमेटी का रूप देते हैं. കമ്മിറ്റി എത്ര ഉണ്ട്? ഒന്നേ ഉള്ളൂ. कमेटी कितनी है? एक ही है. ആ കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളുണ്ട്? പല അംഗങ്ങളുണ്ട്. लेकिन उस कमेटी के सदस्य कितने हैं? विभिन्न हैं. ദൈവം എത്രയുണ്ട്? ഒരു ദൈവമേ ഉള്ളൂ. परमेश्वर कितने हैं? एक ही है. ആ ദൈവത്തിൽ എത്ര ഭാഗങ്ങളുണ്ട്? लेकिन उस परमेश्वर में कितने भाग हैं? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന മൂന്ന് ഭാഗങ്ങളുണ്ട്. पिता, पुत्र और पवित्र आत्मा यानी तीन व्यक्तित्व. ദൈവത്തെക്കുറിച്ച് ബൈബിൾ ഇനിയും പറയുന്നത് നോക്കാം. परमेश्वर के बारे में बाइबल हमें क्या सिखाती है, इसको हम सीखेंगे. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. व्यवस्था विवरण उसके 6ठे अध्याय और उसके 4थे वाक्य को हम पढ़ेंगे, जिसमें इस प्रकार लिखा है, हे इज़राइल सुन,
यहोवा हमारा परमेश्वर है, यहोवा एक ही है। യഹോവ നിന്റെ ദൈവമായി യഹോവ ഏകനാകുന്നു. सुन, यहोवा हमारा परमेश्वर, यहोवा एक ही है। അവിടെ ഏകൻ എന്നുള്ളതിന് എബ്രായ ഭാഷയിൽ യക്കാദ് എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. यहाँ जो एक शब्द का प्रयोग है वो हिब्रू भाषा में एखाद के नाम से जानते हैं। യക്കാദ് എന്ന വാക്കിന്റെ അർത്ഥം പെർഫെക്റ്റ് യൂണിയൻ, നന്നായി സംയോജിക്കപ്പെട്ടത് എന്നാണ്. एखाद शब्द यानी पूर्ण तरीके से एकजुट यानी एक गुट हुआ वाला। അതിനൊരു ഉദാഹരണം, उसका एक उदाहरण ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ ദൈവം പറഞ്ഞു, മനുഷ്യൻ പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമാകും. उत्पत्ति की किताब उसके दूसरे अध्याय में हम पाते हैं कि मनुष्य जो है अपने माता पिता को छोड़कर अपनी पत्नी के साथ एक तन बने रहेंगे, ഒരു ശരീരമായി മാറും. वहाँ पे एक शरीर हम पढ़ते हैं। അവിടെ ഒരു ശരീരം എന്നുള്ളതിന് യക്കാദ് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. और वहाँ पे भी एक जो शब्द का प्रयोग है वो एकाद के नाम से है। നമുക്കറിയാം, നമ്മളെല്ലാം കുടുംബങ്ങളെ കണ്ടുകൊണ്ടിരിക്കുക, നമ്മൾ കുടുംബക്കാരാ. हम सब जानते हैं कि हमारा एक परिवार है और हम सब पारिवारिक हैं। ഭാര്യയും ഭർത്താവും ചേർന്നാൽ ഒരു യക്കാദാണ്, ഒരു യൂണിയന്. पति और पत्नी ये सब जो है एक ही यूनियन को दिखाता है, एक पूर्णता को दिखाता है। പക്ഷേ അതിൽ ഭാര്യയ്ക്കും ആ വ്യക്തിത്വം നഷ്ടപ്പെടുന്നില്ല, ഭർത്താവിനും വ്യക്തിത്വം നഷ്ടപ്പെടുന്നില്ല. लेकिन उसमें पति अपना व्यक्तित्व नहीं खोता, ना तो पत्नी अपना व्यक्तित्व खोती। ഇതുപോലെ തന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്ന് ഒരു യക്കാദാണ്. और इसी प्रकार पिता, पुत्र और पवित्र आत्मा भी एक साथ मिलकर एकाद यानी संपूर्ण एक होते हैं। പക്ഷേ ആരുടെയും വ്യക്തിത്വം നഷ്ടപ്പെടുന്നില്ല. लेकिन इनमें से किसी का भी व्यक्तित्व नहीं बदलता। ഇനിയും നമുക്ക് നോക്കാം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. आइए हम उत्पत्ति की पहली अध्याय और उसके पहले वाक्य की तरफ अपने नजर को उठाएं। ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. आदि में परमेश्वर ने आकाश और पृथ्वी की सृष्टि की। അവിടെ ദൈവം എന്നുള്ളതിന് ഏലോഹീം എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. यहाँ पे जो परमेश्वर पद का प्रयोग किया गया है उसको हिब्रू में, इब्रानी भाषा में एलोहीम करके हम पढ़ते हैं। ഏലോഹീം എന്നതും പ്ലൂറലാണ്, ബഹുവചനമാണ്. येलोहीम जो है एक बहुवचन शब्द है। അങ്ങനെയാണെങ്കിൽ നമുക്ക് ആവർത്തനം 6:4 ഒന്നുകൂടെ നോക്കാം. तो इसी प्रकार आइए व्यवस्था विवरण उसके 6 के 4 को एक और बार हम पढ़ें। ഹേ ഇസ്രായേലേ കേൾക്ക, हे इज़राइल सुन, ഏലോഹീമായ ബഹുവചനമായ നിന്റെ ദൈവം येलोहीम यानी बहुवचन तुम्हारा परमेश्वर ഇഖാദാണ്, ഏറ്റവും പെർഫെക്റ്റ് ആയ ഒരു സംയോജനമാണ്. वो एक है यानी एक संपूर्ण एक है वो। അതിൽ എത്ര വ്യക്തിത്വങ്ങളുണ്ട്? तो उसमें कितने व्यक्तित्व हैं? നമുക്ക് യേശുവിനോട് ചോദിക്കാം എത്ര വ്യക്തിത്വങ്ങളുണ്ടെന്ന്. आइए हम प्रभु यीशु मसीह से इसके बारे में पूछते हैं। യേശു പറയും, ഞാൻ പിതാവിനോട് ചോദിക്കും. प्रभु यीशु मसीह कहते हैं कि मैं पिता से पूछूंगा। അപ്പൊ ഞാനുമുണ്ട്, പിതാവുമുണ്ട്. तो इसका मतलब है मैं भी हूँ, पिता भी हैं। പിതാവ് ആത്മാവെന്ന കാര്യസ്ഥനെ നിങ്ങളുടെ മേൽ അയക്കും. और पिता पवित्र आत्मा नाम के सहायक को तुम्हारे पास भेजेंगे। ഞാൻ പിതാവിനോട് ചോദിക്കും, यानी मैं पिता से पूछूंगा പിതാവ് ആത്മാവിനെ നിങ്ങൾക്ക് വേണ്ടി അയച്ചു और തരും. पिता आत्मा को तुम्हारे पास भेजेंगे। ഞാനും പിതാവും ആത്മാവും 3 വ്യക്തിത്വങ്ങൾ. यानी मैं, पिता और आत्मा यानी 3 व्यक्तित्व को पाते हैं। നമ്മൾ അതിനെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് വിളിക്കും. और हम उसे पिता, पुत्र और पवित्र आत्मा के रूप में बोलते हैं। ഇത് തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷം 28:19 പറയുന്നത്. और यही प्रभु यीशु मसीह मत्ती रचित सुसमाचार उसके 28 के अध्याय में हम पाते हैं। നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. कि तुम जाओ और पिता, पुत्र और पवित्र आत्मा के नाम से बपतिस्मा दो। നിങ്ങൾ പോകുമ്പോൾ ദൈവരാജ്യം സമീപിച്ചു എന്ന് പ്രസംഗിക്കണം. और जब तुम जाओगे तो परमेश्वर का राज्य समीप है इसकी तुम घोषणा करो। നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കണം. तुम रोगियों को चंगा करो, അശുദ്ധാത്മാക്കളെ പുറത്താക്കണം. अशुद्ध आत्माओं को निकालो ദൈവരാജ്യം സമീപിച്ചു എന്ന് പ്രസംഗിക്കണം. और पवित्र परमेश्वर के राज्य का प्रचार करो। ചിലർ വിശ്വസിക്കും. कुछ लोग विश्वास करेंगे। വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തി ശിഷ്യരാക്കണം. और जो विश्वास करेंगे उनको पिता, पुत्र और पवित्र आत्मा के नाम से बपतिस्मा दो। അങ്ങനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും പേര് തിരുവചനത്തിൽ നാം പല പ്രാവശ്യം കാണുന്നു. तो इस प्रकार बाइबल में जो है अनेक बार हम पिता, पुत्र और पवित्र आत्मा के नाम को पाते हैं। സൃഷ്ടിയെങ്കിൽ ദൈവം ത്രിയേക ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു. और सृष्टि के समय में पिता, पुत्र और पवित्र आत्मा ये तीनों को हम सृष्टिकर्ता के रूप में देखते हैं। പക്ഷേ ത്രിയേക ദൈവം എന്നൊരു പദം ബൈബിളിൽ അവിടെയെങ്ങും കാണുന്നില്ല. लेकिन त्रिएक परमेश्वर का जो पद है त्रिएक वो हम बाइबल में नहीं पाते हैं। 3 വ്യക്തികളുടെയും ആ സ്ഥാനം നമുക്കറിയാം. 3 व्यक्तियों का जो स्थान है वो हम जानते हैं। പക്ഷേ പിതാവായ ദൈവത്തെക്കുറിച്ച് മാത്രമേ യഹോവ എന്ന പേരിൽ അധികമായി പഴയ നിയമം പറഞ്ഞിട്ടുള്ളൂ. लेकिन पुराने नियम में पिता परमेश्वर का नाम यहोवा के नाम से जानते हैं.
ദൈവം എന്ന് പറഞ്ഞെടുത്ത് മുഴുവനും ഏലോഹീം എന്ന ബഹുവചനം തന്നെ ഉപയോഗിച്ചു. और जहाँ कहीं भी परमेश्वर का शब्द का प्रयोग किया गया है वहाँ एलोहीम इब्रानी भाषा के शब्द का प्रयोग पढ़ते हैं. യെശയ്യാവിന്റെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ यशायाह की किताब उसके 6 अध्याय में अगर हम पढ़ेंगे അവിടെ യെശയ്യാ പ്രവാചകൻ ഒരു ദർശനം കാണുന്നുണ്ട്. वहाँ पे यशायाह भविष्यवक्ता एक दर्शन देखता है. ഉസ്സിയ രാജാവ് മരിച്ചയാണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് യെശയ്യാ പ്രവാചകൻ കണ്ടു. यशायाह भविष्यवक्ता एक ऐसा दर्शन देखता है कि जिस वर्ष उजिया राजा मरा उसने प्रभु को बहुत ही ऊंचे सिंहासन पर विराजमान देखा. ഇതിന് പല അർത്ഥങ്ങളുണ്ട്. ഞാൻ ഒരു അർത്ഥം കൂടെ തൊട്ടുപോകാം. उसका अनेक अर्थ है लेकिन एक अर्थ मैं आपको समझाना चाहता हूँ. ഉസ്സിയാവ് എന്ന് പറയുന്ന രാജാവായിരുന്നു യെശയ്യാവിനെ പരിപാലിച്ചു കൊണ്ടിരുന്നത്. उसिया जो राजा था वही देखभाल करता था यशायाह नबी की. ഉസ്സിയ രാജാവിന്റെ രാജസ്ഥാനത്ത് പ്രവാചകനായി അദ്ദേഹത്തോട് ചേർന്ന് നടന്നയാളാണ് യെശയ്യാവ്. और उसिया राजा के राजभवन में जो है एक नबी के रूप में यशायाह नाम का नबी जो है उनके साथ हमेशा रहता था. യെശയ്യാവിനെ വലിയവനാക്കിയതും യെശയ്യാവിനെ കൊണ്ടു നടന്നതും മുഴുവനും ഉസ്സിയാവാണ്. और यही उसिया राजा ने जो है यशायाह को उस ऊंचे पद तक और उसको संभालता था. ഒരു ദിവസം ഉസ്സിയാവ് മരിച്ചു. लेकिन एक दिन उसिया की मृत्यु हुई യെശയ്യാവിന്റെ പ്രത്യാശ മുഴുവനും തന്നെ പോയി. और यशायाह की जो पूरी आशा थी वो टूट गई. ഇനി തനിക്ക് ആഹാരം തരാൻ, വസ്ത്രം തരാൻ, പണം തരാൻ ആരുമില്ല. और वो दुखित हो गया कि उसको जो है पैसा देने के लिए, उसको संभालने वाला, उसको रोटी देने वाला कोई ना है. അങ്ങനെ ബുദ്ധിമുട്ടി ഇരിക്കുമ്പോൾ താൻ ഉയരത്തിലേക്കൊന്ന് നോക്കി. और उस समय अपने दुख के समय में वो जब ऊंचे पर देखता है താൻ പെട്ടെന്നൊരു ദർശനം കണ്ടു. तुरंत उसने एक दर्शन देखा ഇതാ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നു. कि देखो परमेश्वर एक ऊंचे सिंहासन पर विराजमान है. ഉസ്സിയാവേ രാജാവ് മരിച്ചെന്ന് വരാം, उजिया राजा की मृत्यु हुई होगी നിത്യനായ ഞാൻ മരിക്കയില്ല. लेकिन अनादिकाल का परमेश्वर जिंदा है. നീ രാജാവിനെ കണ്ടത് ഉയർന്നവനായിട്ടാ, तू राजा को एक ऊंचे पद में जरूर देखा പക്ഷെ होगा ഇപ്പോൾ നോക്ക് ഞാനാണ് ഉയർന്നവൻ. लेकिन अब तू देख ऊंचे सिंहासन पर जहां मैं विराजमान. രാജാവൊക്കെ കേവലം താൽക്കാലികമായ വ്യക്തികളാ. राजा तो एक तात्कालिक व्यक्ति है. ഞാൻ ഉയർന്നതും പൊങ്ങിയതും സ്ഥിരമായതുമായ സിംഹാസനത്തിൽ ഇരിക്കുന്നവനാ. मैं ऊंचे और सर्वोच्च सिंहासन पे विराजमान हूँ. തന്റെ യെശയ്യാവ് കാഴ്ച തുടരുകയാണ്. और वहां पे यशायाह दर्शन को देखता है സാറാഫുകൾ ഈ ദൈവത്തിന്റെ വട്ടത്തിൽ നിൽക്കുന്നു. और उसे साराफ दिखाई देते हैं परमेश्वर के चारों तरफ. ഓരോ സാറാഫിനും 6 ചിറകുകളുണ്ട്. और हर एक साराफ के 6 पंख हैं. അവർ 2 ചിറകുകൾ കൊണ്ട് അവരുടെ മുഖം മൂടി, वो 2 से अपने मुंह को ढांपते हैं, 2 ചിറകുകൾ കൊണ്ട് അവരുടെ പാദം മൂടി, 2 से अपने पैरों को ढांपते हैं 2 ചിറകുകൾ കൊണ്ട് അവർ പറന്നു. और 2 से वे उड़ते हैं. ശരീരത്തിന്റെ ഏറെക്കുറെ മധ്യഭാഗത്താണ് ഈ ചിറകുകൾ ഇരിക്കുന്നതെന്ന് നമുക്ക് സങ്കല്പിക്കാം. और हम ऐसी कल्पना कर सकते हैं कि शरीर के मध्य भाग में हो सकता है ये पर होते होंगे. അതിൽ 2 കൊണ്ട് അവർ മുഖം മറച്ചു, उसमें से 2 से वे अपने मुख को ओढ़ते हैं വേറെ 2 കൊണ്ട് അവർ പാദം മറച്ചു. और 2 से वे अपने पैरों को ओढ़ते हैं. അതോടുകൂടി അവരുടെ ശരീരം മുഴുവനും മറഞ്ഞു. और इस प्रकार उनका पूरा शरीर ढाप दिया जाता है. ദൂതന്മാരുടെ ശരീരം തേജസ്സുള്ള ശരീരമാണ്. क्योंकि दूतों का शरीर जो है एक तेजोमय शरीर ആ है. തേജസ്സുള്ള ശരീരത്തിന്റെ ഭംഗി ദൈവസന്നിധിയിൽ കാണിപ്പാൻ അവർ ആഗ്രഹിക്കുന്നില്ല. और वो तेजोमय शरीर पिता परमेश्वर के सामने वो प्रकाशन नहीं करना चाहते हैं. അവരുടെ ശരീരം മുഴുവനും ചിറകുകൾ കൊണ്ട് മൂടി, इसलिए उन्होंने अपने पूरे शरीर को जो है ढाप लिया 2 ചിറകുകൾ കൊണ്ട് പറന്നു. और वो 2 से उड़ते रहते हैं. അവർ ഒരുവനോട് ഒരുവൻ പറയുകയാണ്, तो उसमें से एक दूसरे से कहता है സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. सेनाओं का यहोवा पवित्र पवित्र पवित्र. എന്തുകൊണ്ടാണ് ഈ 3 പ്രാവശ്യം പരിശുദ്ധൻ എന്ന് പറയുന്നത്? क्यों इस प्रकार 3 बार पवित्र शब्द प्रयोग किया ഈ गया? യഹോവയിൽ 3 വ്യക്തിത്വങ്ങളുണ്ട്. क्योंकि यहोवा परमेश्वर में 3 व्यक्तित्व हैं. 3 പേരും പരിശുദ്ധരാണ്. ये तीनों पवित्र हैं. അവരാർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയം പുക കൊണ്ട് നിറഞ്ഞു. और उनके पुकारने के शब्द से डेवढ़िया की नींव डोल उठी और भवन धुएं से भर गया. നിശ്ചയമായും 3 പരിശുദ്ധന്മാർ. और वो निश्चय रूप से तीनों पवित्र. ആ സാഹചര്യത്തിൽ യെശയ്യാ ഒരു ശബ്ദം കേട്ടു. और इस संदर्भ में यशायाह का एक शब्द सुनता है, ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും. मैं किसको भेजूं और हमारी ओर से कौन जाएगा. പിതാവായ ദൈവത്തിന്റെ ചോദ്യമാണ്, पिता परमेश्वर का प्रश्न यह है നാം ആരെ അയക്കേണ്ടു? कि हम किसको भेजें. അങ്ങനെയാണെങ്കിൽ തന്നെ ഏകനല്ല എന്ന് അവിടെ വ്യക്തമാണ്. तो यहाँ पे यह संपूर्ण हमें प्राप्त होता है कि पिता परमेश्वर एक नहीं है, നാം ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും. कि हम किसको भेजे, कौन
हमारी ओर से जाएगा। അവിടെയാണ് യേശുവിന്റെ ശബ്ദം കേൾക്കുന്നത്. और वहाँ पे प्रभु यीशु मसीह का शब्द हम पाते യേശു പറഞ്ഞ അടിയനെ അയക്കണമേ, അടിയൻ പോകാം. और यहाँ प्रभु यीशु मसीह कहते हैं कि मुझे भेजिए, मैं जाता हूँ। പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നുവല്ലോ. किताबों में मेरे बारे में लिखा गया है। ദൈവത്തിന്റെ നിത്യമായ നിയമനത്തിൽ പുത്രനാകുന്ന ക്രിസ്തു ലോകത്തിലേക്ക് വരണം എന്നത് പ്രമാണമായിരുന്നു. क्योंकि अनंत काल की व्यवस्था में यह निश्चय था कि पुत्र को जो है इस भूमि पर आना है। കാര്യം പാപം ചെയ്ത ജനത്തെ വീണ്ടെടുക്കുവാൻ യേശുവിന്റെ രക്തമല്ലാതെ ഒരു മാർഗമില്ല. क्योंकि पापी मनुष्य के उद्धार के लिए एक पवित्र लहू का बहना अनिवार्य है। അതിനുവേണ്ടി യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. और इसलिए प्रभु यीशु मसीह इस धरा पर उतर आए। ബൈബിൾ പറയുന്നു, കാലത്തികവിങ്കൽ ദൈവം തന്റെ പുത്രനെ കന്യകയിൽ നിന്ന് ജനിച്ചവനായി ഭൂമിയിലേക്ക് അയച്ചു. बाइबल बताती है कि समय के निश्चय होने पर ही एक कुंवारी के द्वारा पिता परमेश्वर अपने पुत्र को इस धरा पर भेजेंगे। യേശു മനുഷ്യന്റെ പാപത്തിൽ നിന്ന് അവനെ വീണ്ടെടുക്കേണ്ടതിന് ആവശ്യമുള്ളതെല്ലാം ചെയ്തു. और मनुष्य को पाप से मुक्ति के लिए प्रभु यीशु मसीह ने वो सारे कार्यों को पूरा किया जिसकी जरूरत है। യേശുവിന്റെ ശുശ്രൂഷ പൂർത്തീകരിച്ചപ്പോൾ യേശു സ്വയം കാൽവറിയിലേക്ക് കയറി. और जब प्रभु यीशु मसीह की सेवकाई पूर्ण हुई तब प्रभु यीशु मसीह खुद अपने आप को क्रूस पे कुर्बान किया താനായി തന്നെ ക്രൂശിൽ മരിച്ചു. और वो अपने आप को क्रूस पे मृत्यु के हाथ सौंप दिया। അരിമത്തിയിലെ യോസഫ് എന്നൊരാൾ യേശുവിന്റെ ശവശരീരം അടക്കേണ്ടതിനായി പീലാത്തോസ് എന്ന ഗവർണറോട് അനുമതി ചോദിച്ചു. और अरमितिया के योसेफ नाम के एक व्यक्ति ने अपनी कब्र को जो है प्रभु यीशु मसीह को दफनाने के लिए छोड़ दी। അദ്ദേഹത്തിന് അനുവാദം ലഭിച്ചു. അരിമത്തിയിലെ യോസഫ് യേശുവിന്റെ ശവം അടക്കി. और उसने अनुमति प्राप्त करके प्रभु यीशु मसीह की लोथ को जो है उस कब्र में दफनाया। പക്ഷേ ബൈബിൾ പറയുന്നു, लेकिन बाइबल बताती है യേശുവിന്റെ ആത്മാവ് പാതാള ലോകത്തിലേക്ക് ഇറങ്ങി. प्रभु यीशु मसीह की आत्मा जो है अधोलोक में गई। യേശുവിന്റെ ശരീരം കല്ലറയ്ക്കകത്തായി, प्रभु यीशु मसीह का शरीर कब्र के अंदर था, യേശുവിന്റെ ആത്മാവ് പാതാള ലോകത്തേക്ക് ഇറങ്ങി. लेकिन प्रभु यीशु मसीह की आत्मा अधोलोक में गई। അവിടെ ബന്ധനത്തിൽ കിടക്കുന്ന ഒരു കൂട്ടം ആളുകളോട് പ്രസംഗിച്ചു. और वहां पे जो बंदी थे उनसे प्रभु यीशु मसीह की आत्मा ने प्रचार किया। സത്യത്തിൽ ഹാബേൽ മുതൽ ഭക്തന്മാരായ സകലരും അന്ന് പാതാളത്തിലായിരുന്നു. और हकीकत में जो है हाबेल से जितने भी धर्मी जन उस दिन से मरे हुए थे वे सारे लोग अधोलोक में थे। സകല ഭക്തന്മാരെയും പിശാചിന്റെ നിയന്ത്രണത്തിൽ തന്റെ പാതാളത്തിൽ കൊടുത്തിരിക്കുകയാണ്. और सारे धर्मियों को शैतान के नियंत्रण में अधोलोक के हाथों सौंप दिया गया था। യേശു അവിടെ ചെന്ന് ഇവരോട് പ്രസംഗിച്ചു, ഞാൻ തികച്ചിരിക്കുന്നു, ഞാൻ പേല പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിച്ചു. और प्रभु यीशु मसीह ने उनको यह प्रचार किया कि मैंने अपनी सेवकाई पूर्ण की है। എഫെസ് ലേഖനം 4-ാമത്തെ അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ വരുമ്പോൾ, എഫെസ് ലേഖനം 4-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, इफिसियों की पत्री उसके 4थे अध्याय के 8वें आयत में हम इस प्रकार पढ़ते അവൻ हैं, ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ കയറി ദോഷികൾക്ക് വേണ്ടി നല്ല ദാനങ്ങളെ വാങ്ങിക്കൊടുത്തു എന്ന് കാണാം. वह ऊंचे पर चढ़ा और बंदियों को बांध ले गया और मनुष्यों को दान दिए। അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ കയറി. वो बंदियों को बांध ले गया और ऊंचे पर चढ़ा। പിതാവിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോകുകയാണ്. वो परमेश्वर के पास जो है ले गया उन्हें। ഞാൻ ഒന്നുകൂടെ ആ ഭാഗം തൊടട്ടെ. मैं एक और बार उस भाग को चुनता हूँ। യേശുക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം പറയുന്നത്, मत्ती रचित सुसमाचार जो प्रभु यीशु मसीह के मृत्यु के बारे में बताते യേശു മരിച്ച ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി. हैं। प्रभु यीशु मसीह के मृत्यु उपरांत एक भूकंप हुआ ആ ഭൂകമ്പത്തിൽ മരിച്ചവരിൽ ചില ഭക്തന്മാർ ഉയർത്തെഴുന്നേറ്റു. और उसमें से जो है किन्हीं भक्त लोग जो है उस भूकंप में उठा लिए गए വിശുദ്ധന്മാരുടെ കല്ലറകൾ തുറന്നു. और जो भक्त लोग का जो कब्र था वो टूट के യേശു टूट गया। മരിച്ച ഉടനെ തന്റെ ആത്മാവ് പാതാളത്തിലേക്ക് ഇറങ്ങി. और प्रभु यीशु मसीह की मृत्यु बाद वो आत्मा जो है अधोलोक में गई। വിശുദ്ധന്മാരുടെ ആത്മാക്കൾ പിശാചിന്റെ നിയന്ത്രണത്തിലുള്ളവരെ വിടുവിച്ചു. और पवित्र और जो धर्मी जन जो शैतान के काबू में थे उनसे उनको छुड़ा लिया അവരുടെ गया। കല്ലറകളാണ് തുറന്നത്. और उनकी कब्रें जो हैं फटी। ബൈബിൾ പറയുന്നു, യേശുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം അവർ കല്ലറകളെ വിട്ടു പട്ടണത്തിൽ പലർക്കും പ്രത്യക്ഷരായി. और हम पाते हैं कि प्रभु यीशु मसीह के जब जी उठने के बाद ऐसे अनेक धर्मी जन जो है विभिन्न जगहों पे लोगों को दिखाई दिए। യേശുവിന്റെ ഉയർപ്പിന്റെ സമയമായി. प्रभु यीशु मसीह के जी उठने का समय आया। ഉയർത്തെഴുന്നേറ്റ അന്ന് രാവിലെ അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ മറിയമാർ കല്ലറയ്ക്കലെത്തി. और भोर में पाँव फटते ही जो है मरियम और बहुत संगी लोग उस समय कब्र के पास पहुंचे। അവർ കാണുന്നത് കല്ലറ തുറന്നു കിടക്കുന്നു. और उन्होंने देखा कब्र खुली पड़ी है യേശു അതിന്റെ അകത്തില്ല. और उसके भीतर प्रभु यीशु मसीह नहीं है। വെള്ളവസ്ത്രം ധരിച്ച ദൂതന്മാർ ചോദിച്ചു, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നതെന്ത്? അവനിവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റു. श्वेत वस्त्र പോയിരിക്കുകയാണ്. और वो क्योंकि वो गलील में गया है, നിങ്ങൾ പോയി അവന്റെ ശിഷ്യന്മാരോട് പറയണം. तो तुम जाके उन शिष्यों से उसके बारे में कहो। അവൻ ഗലീലയ്ക്ക് പോയിരിക്കുകയാണ്. वो गलील में गया है।
യേശുവിനെ അവർ തുടർന്ന് കണ്ടു. और उसके बाद वो प्रभु यीशु मसीह को देखे തുടർന്ന് യേശു ശിഷ്യന്മാരെ വിളിച്ചുകൂട്ടി. और फिर प्रभु यीशु मसीह अपने चेलों को बुलाए, യേശുവിന്റെ മരണസമയമായതോടുകൂടെ ശിഷ്യന്മാർ ചിതറിപ്പോയിരുന്നു. क्योंकि प्रभु यीशु मसीह की मृत्यु के समय अनेक चेले तितर-बितर हो गए थे, അവരേറ്റവും ഭയന്നുപോയി. क्योंकि वो भयभीत थे. അവർ യഹൂദന്മാരെ ഭയന്ന് ഒരു മുറിക്കകത്ത് കയറി കതകടച്ചു. वो यहूदियों के डर के मारे एक कमरे में अपने आप को बंद कर लिए, യേശു ആ മുറിയുടെ അകത്ത് ചെന്നു. और प्रभु यीशु मसीह उस कमरे के नजदीक आए. ഒരു ഞായറാഴ്ച രാവിലെയാണ് യേശു മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നത്. एक रविवार के भोर में ही प्रभु यीशु मसीह मरे हुए में से जी उठे, അതേ ഞായറാഴ്ച രാത്രിയിൽ യേശു മുറിക്കകത്ത് ചെന്നു. और उसी रविवार के शाम को प्रभु यीशु मसीह उनके कमरे में आए അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ ഉയർത്തെഴുന്നേറ്റു. और उनसे कहा कि डरो मत, मैं जी उठा हूँ, നിങ്ങൾ എൻ്റെ ആത്മാവിനെ പ്രാപിക്കുക. और तुम मेरी आत्मा को प्राप्त करो. യേശു അവരുടെ മേൽ ഊതി, और प्रभु यीशु मसीह उनके ऊपर फूके എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞു. और मेरी आत्मा को प्राप्त करो ये करके कहा. അടുത്ത അധ്യായങ്ങളിൽ അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. अगले अध्याय में वो पवित्र आत्मा से पूर्ण होते पाते हैं. പക്ഷേ അവർ ഒരു അഭിഷേകത്തിലേക്ക് വന്നുവെന്ന് പറയുവാനില്ല. लेकिन एक अभिषेक में आ गए ऐसे कहने के योग्य नहीं അവർ है. യേശുവിന്റെ വാക്കുകൾ കേട്ടു. उन्होंने प्रभु यीशु मसीह की अब बातों को माना, യേശു വീണ്ടും അവരോട് 40 രാപകലുകൾ വെളിപ്പെട്ട് സംസാരിച്ചു കൊണ്ടിരുന്നു. और प्रभु यीशु मसीह 40 दिन तक जो है उनसे बात करते थे. 40 ദിവസം കഴിഞ്ഞു. യേശു സ്വർഗാരോഹണം ചെയ്യേണ്ട സമയമായി. 40 दिन के बाद प्रभु यीशु मसीह के स्वर्गारोहण का दिन आया. ആ സ്വർഗാരോഹണത്തിന്റെ ദിവസം അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, और स्वर्गारोहण के समय उन्होंने चेलों से ഞാൻ कहा, പോയാൽ ആത്മാവിനെ നിങ്ങളുടെ മേൽ അയച്ചു തരും. मैं जाऊंगा लेकिन मैं अपनी आत्मा को तुम्हारे ऊपर भेजूंगा. യോഹന്നാന്റെ സുവിശേഷം 14, 15, 16 അധ്യായങ്ങളിൽ യേശു ഇതേ കാര്യം പറയുന്നുണ്ട്. यूहन्ना रचित सुसमाचार उसके 14, 15 और 16 में इन्हीं बातों को हम पाते हैं ഞാൻ പിതാവിന്റെ അടുക്കൽ പോയാൽ ആത്മാവിനെ നിങ്ങൾക്ക് വേണ്ടി അയച്ചു कि തരും. मैं पिता के पास जाऊंगा, मैं अपनी आत्मा को तुम्हारे पास भेजूंगा. അങ്ങനെ യേശു ഉയർത്തെഴുന്നേറ്റ സമയം और इस प्रकार प्रभु यीशु मसीह के जी उठने के समय അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടാണ് വന്നത്. वो बंदियों को लेकर आया था, ആ ബദ്ധന്മാരുമായി താൻ ഉയരത്തിലേക്ക് കയറി. और वो उन बंदियों को लेकर ऊंचे पे चढ़ा തന്റെ പിതാവിന്റെ അടുക്കൽ അവരെ കൊണ്ട് കാണിച്ചു. और अपने पिता के हाथ में उनके पास पहुंचा दिया. വേദപുസ്തകത്തിന്റെ ഭാഷയിൽ പിതാവേ, ഇതാ ഞാനും നീ എനിക്ക് തന്ന മക്കളും എന്ന് പിതാവിനോട് പറഞ്ഞു. परमेश्वर के वचन की भाषा में अगर मैं कहूं कि हे पिता, देखो आपने जो मुझे संतान दी थी, देख मैं आपके पास लाया. എന്നിട്ട് പിതാവിനോട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചോദിച്ചു. और उसके बाद पिता से पवित्र आत्मा के बारे में पूछे. പിതാവേ, ഈ പഴയ നിയമ വിശുദ്ധന്മാരെ കണ്ടാലും और पिता पवित्र शास्त्र के पुराने नियम के भक्तों को देखो. ഹാബേൽ മുതലുള്ള സകല ഭക്തന്മാരും ഇവിടെ ഉണ്ട്. हाबेल से लेकर आखिर के सारे भक्त लोग वहीं पे हैं. പക്ഷെ എനിക്ക് അനിയുക്തമായ ഒരു മണവാട്ടിയായി ഇവരെ ആരെയും ഞാൻ കാണുന്നില്ല. लेकिन मेरे लिए एक दुल्हन के रूप में मैं इनको नहीं देखता. എനിക്ക് ഒരു മണവാട്ടിയെ വേണം. मुझे एक दुल्हन ആ चाहिए. മണവാട്ടിയെ ഭൂമിയിൽ നിന്ന് എടുക്കണമെങ്കിൽ अगर उस दुल्हन को अगर भूमि से लेना है तो അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഭൂമിയിൽ അയച്ചേ മതിയാകൂ. आपकी पवित्र आत्मा को भूमि में देना अनिवार्य है. ദൈവം നേരത്തെ തന്നെ തീരുമാനിച്ചതാണ് തന്റെ പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയക്കണമെന്ന്. परमेश्वर ने पहले से ही निश्चय किया था कि मैं अपनी आत्मा को पवित्र आत्मा को भूमि पर भेज യേശു തന്നെ दूंगा. പല പ്രാവശ്യം ഇത് ശിഷ്യന്മാരോട് പറഞ്ഞതാ. और प्रभु यीशु मसीह ने चेलों से अनेक बार इसके बारे में कहा. എങ്കിലും ഒരു പ്രാവശ്യം കൂടെ പിതാവിന്റെ അടുക്കൽ ചെന്ന് കാര്യം പറഞ്ഞു. लेकिन एक और बार प्रभु यीशु मसीह ने पिता परमेश्वर के पास जाकर विनती की. പിതാവ് പറഞ്ഞു, അതെ ഞാൻ അയക്കാം. और परमेश्वर ने कहा कि हाँ मैं जरूर ആ भेजूंगा. വാഗ്ദത്തവുമായിട്ടാണ് യേശു രാത്രിയിൽ ശിഷ്യന്മാരുടെ അടുക്കൽ और എത്തിയത്. उसी वायदे के साथ प्रभु यीशु मसीह उस रात अपने चेलों के पास पहुंचे. എന്നിട്ടാണ് അവരുടെ മേൽ ഊതി ആത്മാവിനെ പ്രാപിക്കുവാൻ പറഞ്ഞത്. और उसके बाद उसने फूका और अपने चेलों से कहा कि आत्मा को पाओ. വീണ്ടും യേശു സ്വർഗാരോഹണം ചെയ്യുമ്പോൾ और उसके बाद प्रभु यीशु मसीह स्वर्गारोहण जब किए, ഇതിനിടയ്ക്ക് 40 ദിവസങ്ങൾ കടന്നുപോയി. इसके बीच में 40 दिन बीत गए. യേശു അവരോട് പറഞ്ഞു, എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. और प्रभु यीशु मसीह ने उनसे कहा कि मेरे वायदे के लिए तुम बाट जोते रहना. അങ്ങനെ അവർ ഒരുമിച്ച് കാത്തിരുന്നു. इस प्रकार वे पवित्र आत्मा की बाट जोते रहे. അവർ 10 ദിവസം കാത്തിരുന്നു. 10 दिन वे बाट जो है, 10ാമത്തെ ദിവസം, 10वें दिन, അതായത് യേശുവിന്റെ മരണം മുതൽ 50ാമത്തെ ദിവസം, यानी प्रभु यीशु मसीह के क्रूस में मृत्यु के 50 दिन बाद പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു മുഴക്കമുണ്ടായി. एक आंधी के समान एक ऊंचा एक गूंज गूंजी അവർ गई. കൂടിയിരുന്ന വീട് മുഴുവനും നിറച്ചു. और जहां पे वे बैठे थे वो पूरा भर गया. അഗ്നിജ്വാല പോലെ ഒരു ജ്വാല അവർക്ക് പ്രത്യക്ഷമായി. आग सी जीप जो है फटती हुई दिखाई दी. അതിൽ നിന്ന് ചിന്നിച്ചെറിയ ജ്വാലകൾ വന്ന അപ്പോസ്തലന്മാരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. और उनमें से जो है वो आग की एक लौ उन जो लोग बैठे थे उनके ऊपर आके ठहर गई.
അവർക്ക് ആത്മാവിനെ ലഭിച്ചു. और इस प्रकार वे आत्मा को प्राप्त അവർ किए ആത്മാവിനെ അതിനാൽ അഭിഷേകം പ്രാപിച്ചു. और इस प्रकार वे अभिषेक को प्राप्त किए. ഇത്രയും കാര്യങ്ങൾ ചേർത്താണ് എഫെസ് ലേഖനം 4:8 പറഞ്ഞത്, इन सारी चीजों को मिला के इफिसियों की पत्री उसके 4 के हम अध्याय में पाते हैं അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ കയറി. कि वो बंदियों को छुड़ाकर ऊंचे पे चढ़ा മനുഷ്യരാകുന്ന നമുക്ക് വേണ്ടി ആത്മാവെന്ന നല്ല ദാനം പിതാവിനോട് വാങ്ങി. और हम मनुष्य को आत्मा का वो अच्छा दान दिया നമുക്ക് വേണ്ടി ആ നല്ല ദാനത്തെ അയച്ചു. और अपने हमारे लिए जो है उस अच्छे श्रेष्ठ दान को ले आया. ഇനിയും എഫെസ് ലേഖനം 4-ാം അധ്യായത്തിൽ തന്നെ और उसी में इफिसियों की पत्री उसके 4थे अध्याय അതിന്റെ में 11 മുതലുള്ള വാക്യങ്ങൾ കാണുമ്പോൾ उसके 11 से लेकर अगर हम वाक्यों को അവൻ पढ़ेंगे ചിലരെ അപ്പോസ്തലന്മാരും ചിലരെ പ്രവാചകന്മാരും ചിലരെ സുവിശേഷകന്മാരും ചിലരെ ഇടയന്മാരും അധ്യാപകന്മാരും ആക്കി എന്ന് കാണുവാൻ കഴിയും. उसमें से उसने कुछ को प्रेरित करके नियुक्त किया, कुछ को भविष्यवक्ता नियुक्त करके, कुछ को सुसमाचार सुनाने वाले नियुक्त करके, कुछ को रखवाले और उपदेशक नियुक्त करके दे दिया. 5 വിധ ശുശ്രൂഷകന്മാരെ പരിശുദ്ധാത്മാവ് നിയമിച്ചു. 5 प्रकार के सेवकों को पवित्र आत्मा ने सेवकाई के लिए नियुक्त किया. ഒന്ന്, യേശു ഭൂമിയിലേക്ക് वന്നു. पहला, प्रभु यीशु मसीह भूमि पर आए. 2, യേശു പാപികളെ രക്ഷിച്ചു. दूसरा, प्रभु यीशु मसीह पापियों को उद्धार दिए. 3, പരിശുദ്ധാത്മാവിനെ കുറിച്ച് യേശു നമ്മോട് പറഞ്ഞു. और पवित्र आत्मा के बारे में हमें बताया. 4, യേശു തന്റെ ശിഷ്യന്മാരോട് കാര്യം അറിയിച്ചു. चौथा, चेलों को जो है पवित्र आत्मा के बारे में बताया. 5, പരിശുദ്ധാത്മാവിന് വേണ്ടി യേശു പിതാവിന്റെ അടുക്കിലേക്ക് കയറി. और उसके बाद पवित्र आत्मा के लिए प्रभु यीशु मसीह पिता परमेश्वर के पास गए. 6, ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണ്ടി അയച്ചു. 6, वो पवित्र आत्मा को हमारे लिए ऊपर से भेज दिए गए. 7, ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ നിന്ന് ശുശ്രൂഷകന്മാരെ നിയമിച്ചു. और उसके बाद वही पवित्र आत्मा हमारे मध्य में से लोगों को सेवकाई के लिए नियुक्त किए. പരിശുദ്ധാത്മാവ് യേശുവിന്റെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തു എന്ന് നമുക്കൊന്ന് നോക്കാം. पवित्र आत्मा प्रभु यीशु मसीह की जिंदगी में क्या क्या किए हम देखेंगे. യേശുവിന്റെ ജനനത്തിൽ പരിശുദ്ധാത്മാവായിരുന്നു ഉത്തരവാദി. प्रभु यीशु मसीह के जन्म के लिए पवित्र आत्मा ही उत्तरदायित्व थे. കന്യകയാകുന്ന മറിയയുടെ അടുക്കിലേക്ക് ദൂതൻ വന്നു. कुंवारी मरियम के पास स्वर्गदूत आता है. ദൂതൻ വന്നേച്ചു പറഞ്ഞു, നീ ഒരു അമ്മയാകാൻ പോകുകയാ. और दूत आके कहता है कि तू माँ बनने वाली है. അവൾ ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും, എനിക്കൊരു പുരുഷനെ അറിഞ്ഞുകൂടാ. उसने कहा कि मैं तो किसी पुरुष को नहीं जानती, ये कैसे संभव है. ദൂതൻ അവളോട് പറഞ്ഞു, നീ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ നിഴലിക്കും. पवित्र स्वर्गदूत ने उसको कहा कि पवित्र आत्मा तुझ पर उतरेगा. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. और इसलिए जो तुझ पर से उत्पन्न होगा वो पवित्र कहलाया जाएगा, परमेश्वर का पुत्र कहलाया जाएगा. നിന്നിൽ നിന്ന് ദൈവത്തിന്റെ പുത്രൻ ജനിക്കും. और तुझ में से परमेश्वर का पुत्र जो है उत्पन्न होगा. എങ്ങനെയാണത് സംഭവിക്കുന്നത്? कैसे होगा? ആത്മാവിന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. जब पवित्र आत्मा की शक्ति तुझ पर उतरेगी. മറിയ ഗർഭിണിയായി മാറി. उस प्रकार कुंवारी मरियम गर्भवती हुई. അവൾക്ക് വേണ്ടി വിവാഹം നിശ്ചയിച്ചിരുന്ന ജോസഫ് ഇതറിഞ്ഞു. और उसके साथ जिसकी मंगनी हुई थी यूसुफ को उसके बारे में मालूम हुआ. അവളെ ഉപേക്ഷിച്ച് കളയുവാൻ ജോസഫ് തീരുമാനിച്ചു. और उसका मंगेतर यूसुफ जो है उसको त्यागने की सोचा. ആ സമയത്താണ് ദൂതൻ യോസഫിന്റെ അടുക്കൽ ചെല്ലുന്നത്. और उसी समय जो है स्वर्गदूत यूसुफ के पास पहुंचता है. ചെന്ന് ജോസഫിനോട് പറഞ്ഞു, അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാ. और उससे कहा कि उसके भीतर जो गर्भ हुआ है वो पवित्र आत्मा से हुआ है. അങ്ങനെയാണെങ്കിൽ യേശുവിന്റെ ജനനത്തിന്റെ പ്രധാന ഉത്തരവാദി പരിശുദ്ധാത്മാവ്. तो इसमें प्रभु यीशु मसीह के जन्म के लिए उत्तरदायित्व पवित्र आत्मा ही ഇനിയും है. യേശു കുഞ്ഞ് ജനിച്ചു. इस प्रकार प्रभु यीशु मसीह का जन्म होता है. തുടർന്ന് ആ കുഞ്ഞിനെ കുറിച്ച് പറയുന്നത്, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു. उसके बाद हम पाते हैं कि बालक बढ़ता, आत्मा में बलवंत होता गया, ये हम पाते हैं. താൻ ആത്മാവിൽ ബലപ്പെട്ടു. वो आत्मा में बल पाता है. യേശുവിന്റെ ജനനം പരിശുദ്ധാത്മാവിനാലായിരുന്നു. प्रभु यीशु मसीह का जन्म पवित्र आत्मा से था. ആത്മാവിന്റെ സന്തതിയായി ജനിച്ച യേശുവിനെ ആത്മാവ് തന്നെ ബലപ്പെടുത്തി. आत्मा की संतान के रूप में जन्म लेने वाले प्रभु यीशु को आत्मा ने ही बल दिया. യേശുവിന്റെ 12ാമത്തെ വയസ്സിൽ അവർ ദേവാലയത്തിലേക്ക് പോയി. और प्रभु यीशु मसीह के 12 साल की उम्र में वो देवालय में गए. യേശു ആൾക്കൂട്ടത്തിൽ കാണുമെന്ന് മാതാപിതാക്കൾ കരുതി ഇല്ലായിരുന്നു. और माता पिता ने यह सोचा कि वो लोगों के बीच में होगा, लेकिन ऐसा न था. യേശുവിനെ ദേവാലയത്തിൽ കാണാതെ പോയി. और आराधनालय में प्रभु यीशु मसीह उनसे गुम हो गए. 3 ദിവസങ്ങൾക്ക് ശേഷം മാതാപിതാക്കൾ തപ്പി ഇറങ്ങി വന്നു. 3 दिन के बाद माता पिता उसे ढूंढने के लिए आए. അവൻ പരീക്ഷ സംഘത്തിന്റെ നടുവിൽ, ന്യായശാസ്ത്രികളുടെ നടുവിൽ ഇരിക്കുന്നത് അവർ കണ്ടു. वो शास्त्रियों फरीसियों के मध्य में बैठे हुए पाए. അവിടെ വെച്ച് യേശു തന്റെ പിതാവിനെ മാതാപിതാക്കൾക്ക് പരിചയപ്പെടുത്തി. और वहां पे प्रभु यीशु मसीह ने अपने स्वर्गीय पिता का परिचय अपने माता पिता से ഞാൻ कराया. എന്റെ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതല്ലയോ? कि क्या मैं अपने पिता के घर में ना रहने पाऊं? യേശു പിതാവിനെ പരിചയപ്പെടുത്തുവാൻ വേദപുസ്തകത്തിന്റെ പാണ്ഡിത്യം കാണിപ്പാൻ കാരണം പരിശുദ്ധാത്മാവാ. और प्रभु यीशु
मसीह अपनी जो ज्ञान को वहां पे दिखाने का जो कारण है वो पवित्र आत्मा ही है, പരിശുദ്ധാത്മാവാണ് യേശുവിന് ജ്ഞാനം കൊടുത്തത്. क्योंकि पवित्र आत्मा ने ही वो ज्ञान प्रभु यीशु मसीह को दिया. മറക്കരുത്, യേശുവിന്റെ ജനനം പരിശുദ്ധാത്മാവിനാൽ. मत भूलिएगा, प्रभु यीशु मसीह का जन्म पवित्र आत्मा से. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു. और दूसरा, बालक जो है बढ़ता गया और आत्मा में बल पाता गया. ഞാനും നിങ്ങളും വീണ്ടും ജനിച്ചത് പരിശുദ്ധാത്മാവിനാലാ. हम और आप जो है हमारा पूरा नया जन्म भी पवित्र आत्मा से ही हुआ है. നമ്മിൽ ചിലർ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ വീണ്ടും വളരേണ്ടതുണ്ട്. और हमें यह जरूरी है कि इन दिनों में पवित्र आत्मा की सामर्थ्य में हम बल पाते जाएं. ആത്മാവിന്റെ കൃപയാൽ വചനം പഠിക്കേണ്ടതുണ്ട്. आत्मा की कृपा में ही जो है इस वचन को हम सीखते जाएं. ആത്മാവിന്റെ ബലത്താൽ ദൈവത്തെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തേണ്ടതുണ്ട്. पवित्र आत्मा के बल से पिता परमेश्वर को जो हम दूसरे से जो है बताने पाए. തുടർന്ന് ഞാൻ യേശുവിന്റെ സ്നാനരംഗത്തേക്ക് വരട്ടെ. प्रभु यीशु मसीह के बपतिस्मा के उस संदर्भ में आपको लेके आना യേശു चाहता हूं. സ്നാനമേറ്റു വെള്ളത്തിൽ നിന്ന് കയറി. और जब प्रभु यीशु मसीह बपतिस्मा प्राप्त करके वो पानी से ऊपर आते हैं, പിതാവായ ദൈവം സ്വർഗ്ഗത്തിലിരുന്നു കൊണ്ട് യേശുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തി. पिता परमेश्वर जो है संसार को अपने पुत्र के बारे में परिचित कराते हैं. സ്വർഗ്ഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു, स्वर्ग से एक शब्द सुनाई देता है ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ. कि ये मेरा प्रिय पुत्र है, इसकी सुनो. യേശു വെള്ളത്തിൽ ഭൂമിയിൽ നിൽക്കുകയാണ്. प्रभु यीशु मसीह भूमि पर खड़े हैं പിതാവ് और സ്വർഗ്ഗത്തിലിരിക്കുകയാണ്. पिता स्वर्ग में है. പരിശുദ്ധാത്മാവ് പ്രാവുന്നതുപോലെ ഇറങ്ങി വരുന്ന കാഴ്ച യോഹന്നാൻ കണ്ടു. और यूहन्ना बपतिस्मा देने वाले पवित्र आत्मा को कबूतर की नाई नीचे उतरते देखा. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഒരുമിച്ച് യോർദാനിൽ വെച്ച് കാണാം. और यरदन की नदी में पिता, पुत्र और पवित्र आत्मा के तीनों को एक रंग हम देखते ആ हैं. സാഹചര്യത്തിൽ യേശു ആത്മാവിനാൽ അഭിഷക്തനായി. और उसमें पवित्र आत्मा के सामर्थ्य प्रभु यीशु मसीह अभिषेक प्राप्त कर रहे ഒന്ന്, हैं. യേശു ആത്മാവിനാൽ ജനിച്ചു. पहला, प्रभु यीशु मसीह आत्मा से जो है जन्म लिए. രണ്ട്, ആത്മാവിനാൽ ബലപ്പെട്ടു. दूसरा, पवित्र आत्मा से बल प्राप्त किए. മൂന്ന്, ആത്മാവിനാൽ അഭിഷക്തനായി. तीसरा, पवित्र आत्मा से अभिषेक प्राप्त किए. ഈ അനുഭവങ്ങൾ നമുക്കും വേണം. ये अनुभव हमारा भी होना നാം വീണ്ടും जरूरी है. ജനനത്തിലേക്ക് നടക്കുന്നത് ആത്മാവിനാലാ. जब हम एक नए जन्म में जिएंगे तो वो आत्मा के अनुसार होने യേശു पाएगा. ക്രിസ്തുവിനെ ദൈവപുത്രനെന്ന് ഏറ്റുപറയേണ്ടതിന് പോലും ആത്മാവിന്റെ ബലം വേണം. प्रभु यीशु मसीह परमेश्वर है यह बोलने के लिए भी पवित्र आत्मा का सामर्थ्य होना जरूरी है. വീണ്ടും ജനിച്ച നമ്മെ ആത്മാവ് ബലപ്പെടുത്തണം. नया जन्म पाए हुए हमको एक पवित्र आत्मा की सामर्थ्य पाना जरूरी है. ബലപ്പെട്ട നമ്മെ വചനത്തിന്റെ ജ്ഞാനത്തിൽ നടത്തണം. और उस बल प्राप्त हुए हमको इस परमेश्वर के वचन की सामर्थ्य को समझना जरूरी ആ है. നാം ആത്മാവിനാൽ അഭിഷേകം പ്രാപിക്കണം. और हमको उसके लिए पवित्र आत्मा के सामर्थ्य को जानना ഞാൻ जरूरी है. യേശുവിന്റെ ജീവിതത്തിൽ മടങ്ങി വരട്ടെ. मैं वापस प्रभु यीशु मसीह की जिंदगी में आता हूँ. അഭിഷക്തനായ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. अभिषेक प्राप्त हुए प्रभु यीशु मसीह को पवित्र आत्मा मरुभूमि में ले गए. എന്തിനാണ് മരുഭൂമിയിലേക്ക് നടത്തിയത്? क्यों मरुभूमि में ले गए? ഒന്ന്, ഒരു 40 ദിവസം ഉപവസിക്കുവാൻ. पहला 40 दिन का उपवास के लिए. യേശു 40 ദിവസം ഉപവസിച്ചു. प्रभु यीशु मसीह 40 दिन तक उपवास लिए. ആ ദിവസങ്ങളിൽ അവൻ കാട്ടുമൃഗങ്ങളോടുകൂടെയായിരുന്നു. और उस समय वो जंगली जीवों के साथ थे. എന്ന് പറഞ്ഞാൽ അതിശക്തമായ പോരാട്ടങ്ങൾ ഉണ്ടായി. यानी एक बहुत बड़ी चुनौतियां उसके सामने थी. ആ ദിവസങ്ങൾക്ക് ശേഷം യേശുവിന് വിശന്നു. उन दिनों के बाद प्रभु यीशु मसीह को भूख लगी. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു. और परीक्षा लेने वाला शैतान उनके पास आया. അകലെ നിന്നുകൊണ്ട് അതുവരെയും തന്നെ ശോധന ചെയ്തു. दूर से उस दिन तक 40 दिन तक वो देखता रहा, परखता रहा. ഇപ്പോൾ യേശുവിന്റെ അടുത്ത് വന്നു. लेकिन अब प्रभु यीशु मसीह के नजदीक आया. 3 പ്രധാന പരീക്ഷകൾ യേശുവിന് കൊടുത്തു. और 3 परीक्षाएं प्रभु यीशु मसीह के सामने रखा. ആ മൂന്നിലും യേശു ജയിച്ചു. उन तीनों में प्रभु यीशु मसीह विजयी हुए. യേശു പിശാചിനോട് പറഞ്ഞു, പിശാചേ, എന്റെ പിൻപിലേക്ക് മാറുന്നില്ല, യഹോവ നിന്നെ ഫൽസിക്കുന്നു. और उनसे प्रभु यीशु मसीह ने शैतान से कहा कि तू पीछे हट, प्रभु परमेश्वर जो है तुझे डांटेंगे. തുടർന്ന് യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലിലേക്ക് പോയി. और उसके बाद पूर्ण पवित्र आत्मा की सामर्थ से वो गलील में आया. താൻ വളർന്ന നസറേത്തിലെത്തി. और जहाँ पे वो पला बढ़ा उस नासरत जगह पे പതിവ് पहुंचा. പോലെ താൻ ദൈവവചനം വായിച്ചു വന്ന ദേവാലയത്തിലേക്ക് ചെന്നു. കഫർന്നഹൂമിലെ ദേവാലയം. और कफरनहूम के आराधनालय में जिस प्रकार वो करता था उस रीति से वो पहुंचा. അവിടെ യേശു ദൈവത്തിന്റെ വചനം വായിച്ചു. और रीति के अनुसार उसने व्यवस्था से पढ़ा. ബൈബിൾ പറയുന്നു, വായിച്ച ഭാഗം ഇതാണ്: യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കയാൽ അവന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. और उस प्रकार उसने जो है व्यवस्था की किताब से लिखा कि प्रभु की आत्मा मुझ पर है. അങ്ങനെയാണെങ്കിൽ യേശുവിന്റെ ലെവലുകൾ ഞാൻ ഒന്നുകൂടെ പറയട്ടെ. इस प्रकार प्रभु यीशु मसीह के लेवल को मैं आपके बताऊं. ആത്മാവിനാൽ ജനിച്ചു. पहला पवित्र आत्मा से जन्म प्राप्त ചേർന്ന് किया. നമ്മുടെ കാര്യം കൂടെ പറയാം.
और साथ में मैं अपने हमारे बारे में आपको बताऊं, നമുക്കും ആത്മാവിനാൽ ഒരു വീണ്ടും ജനനം വേണം. हमारा भी एक नया जन्म आत्मा के द्वारा होना जरूरी है. രണ്ട്, യേശു ആത്മാവിൽ ബലപ്പെട്ടു. दूसरा, प्रभु यीशु मसीह आत्मा में बल प्राप्त किए. നാമും ആത്മാവിൽ ബലപ്പെടണം. हम भी आत्मा में बल प्राप्त करें. മൂന്ന്, ആത്മാവിൽ വചനം പഠിപ്പാൻ ശക്തി പ്രാപിച്ചു. और तीसरा, उस आत्मा से वचन पढ़ने के लिए बल प्राप्त किए. നാമും ആത്മാവിൽ വചനം പഠിക്കണം. हम भी आत्मा में वचन को सीखे. നാല്, യേശു തന്റെ പിതാവിനെ മാതാപിതാക്കൾക്ക് പരിചയപ്പെടുത്തി. चार, प्रभु यीशु मसीह अपने माता पिता को पिता परमेश्वर से परिचित कराया आत्मा നാമും से. യേശുവിനെ പിതാവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തണം. और हम भी उस पिता परमेश्वर का आत्मा के बल से दूसरों को परिचित कराए. അഞ്ച്, യേശു ആത്മാവിനാൽ അഭിഷക്തനായി. पांचवा, प्रभु यीशु मसीह आत्मा में अभिषेक प्राप्त किए. നാമും ആത്മാവിനാൽ അഭിഷക്തരാകണം. पांचवा, हम भी जो है पवित्र आत्मा में अभिषेक प्राप्त करें. ആറ്, യേശു ആത്മാവിനാൽ നടത്തപ്പെട്ടു. छह, प्रभु यीशु मसीह पवित्र आत्मा की अगुवाई से चले. ഞാനും ആത്മാവിനാൽ നടത്തപ്പെടണം. मैं भी पवित्र आत्मा की अगुवाई से चलने पाऊं. ഏഴ്, ആത്മാവിനാൽ യേശു പരീക്ഷകനെ ജയിച്ചു. सात, प्रभु यीशु मसीह आत्मा के सामर्थ्य से परीक्षाओं पे विजयी हुए. നാമും യേശുവിന്റെ നാമത്തിൽ ആത്മാവിനാൽ പരീക്ഷകനെ ജയിക്കണം. हम भी जो है इन परीक्षाओं को प्रभु यीशु मसीह के नाम से पवित्र आत्मा की सामर्थ्य से विजय प्राप्त ഈ करें. ഏഴ് പടികൾക്ക് ശേഷം യേശു ദേവാലയത്തിലേക്ക് और കയറി. इन 7 स्तर के बाद प्रभु यीशु मसीह आराधनालय में അവിടെ आए. യെശയ്യാവിന്റെ പുസ്തകം ഇങ്ങോട്ട് എടുത്തേച്ച് വിളിച്ചു പറഞ്ഞു, യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കയാൽ അവന്റെ ആത്മാവ് എന്റെ और മേലിരിക്കുന്നു. रीति के अनुसार उसने यशायाह भविष्यवक्ता की पुस्तक ली गई और उसको खोलकर उसने पढ़ा कि प्रभु का आत्मा मुझ पर है. ഞാനും നിങ്ങളും ശുശ്രൂഷിക്കുന്നതിന് മുന്നമേ ആത്മാവിന്റെ ശക്തി നമ്മോടുകൂടെ വേണം. मैं और आप सेवकाई करने से पहले पवित्र आत्मा की सामर्थ को प्राप्त करना जरूरी है. എനിക്ക് തോന്നുന്നു ഇന്നത്തേക്ക് ഒരു ക്ലാസ് നമ്മൾ ഇങ്ങനെ എടുത്തു. आज के लिए एक क्लास हमने लिया നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി തുടരാം. और हम अगले क्लास में इसको जारी रखेंगे. എന്തെല്ലാം പഠിച്ചു നമുക്ക് ഒന്നുകൂടെ നോക്കാം. क्या क्या सीखे आज हम बताएं. ഒന്ന്, യേശുവിന്റെ ജനനം ആത്മാവിനാലായിരുന്നു. पहला, प्रभु यीशु मसीह का जन्म आत्मा से था. നമ്മുടെ വീണ്ടും ജനനം ആത്മാവിനാല. हमारा भी नया जन्म आत्मा से. നമ്മിൽ ആരെങ്കിലും ആത്മാവിനാൽ വീണ്ടും ജനിക്കാത്തവരുണ്ടോ? अगर हमारे मध्य में क्या कोई है जो आत्मा से जन्म ना प्राप्त किया हो, ഇന്ന് ദൈവത്തോട് പറയാം, എനിക്കൊരു വീണ്ടും ജനനം തരണമേ. क्या आज पिता परमेश्वर से प्रार्थना करें कि प्रभु नया जन्म मुझे दे. രണ്ട്, യേശു ആത്മാവിൽ ബലപ്പെട്ടു. दूसरा, प्रभु यीशु मसीह आत्मा में बल प्राप्त किए. ദൈവം നമ്മെയും ആത്മാവിനാൽ ബലപ്പെടുത്തട്ടെ. और परमेश्वर हमें भी आत्मा में बल दे. അതേ ദൈവപൈതലെ, നമ്മെ ബലപ്പെടുത്തുവാൻ ആത്മാവ് താല്പര്യപ്പെടുന്നു. हाँ मेरे प्रिय, परमेश्वर उसी आत्मा के बल से हमें देना चाहता है. മൂന്ന്, യേശു ആത്മാവിനാൽ വിദ്യാഭ്യാസം നടത്തി തിരുവചനം പഠിച്ചു. अब वही प्रभु यीशु मसीह आत्मा के ज्ञान से जो है व्यवस्था को पढ़ा, वचन को सीखा. ആത്മാവിനല്ലാതെ വചനം നമ്മെ പഠിപ്പിക്കാൻ എളുപ്പമല്ല. क्योंकि बिना आत्मा के सामर्थ्य से हम वचन को सीख नहीं सकते. നാമും ദൈവവചനം ആത്മാവിൽ പഠിക്കണം. हम भी परमेश्वर के वचन को आत्मा की सामर्थ्य में सीखने पाए. നാല്, യേശു ആത്മാവിനാൽ അഭിഷക്തനായി. चौथा, प्रभु यीशु मसीह आत्मा के अभिषेक से भरे നമ്മുടെ गए. മേലും ഒരു അഭിഷേകം വേണം. हमारे ऊपर भी पवित्र आत्मा का अभिषेक होने पाए. അഞ്ച്, യേശു ആത്മാവിനാൽ മരുഭൂമിയിലേക്ക് നടത്തപ്പെട്ടു. पांचवा, प्रभु यीशु मसीह आत्मा की अगुवाई से वो मरुभूमि में गए. നാമും ആത്മാവിനാൽ നടത്തപ്പെടണം. हम भी इस संसार के जीवन में आत्मा की अगुवाई में होने पाए. ആറ്, യേശു ആത്മാവിനാൽ സാത്താനെ ജയിച്ചു. और छह, प्रभु यीशु मसीह जो है शैतान पे परीक्षाओं पे विजय प्राप्त किए. നാമും ആത്മാവിനാൽ ജയിക്കണം. और हम भी पवित्र आत्मा की सामर्थ्य से जीतने पाए. ഏഴ്, ആത്മാവ് യേശുവിനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറക്കി. और छह, प्रभु यीशु मसीह को पवित्र आत्मा ने सेवकाई के लिए आगे भेजा. നാമും ശുശ്രൂഷയ്ക്ക് വേണ്ടി തയ്യാറാകണം. और हम भी सेवकाई के लिए तैयार हैं. ഏഴ് ഘടകങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ इस प्रकार പൂർത്തീകരിക്കട്ടെ. 7 जो है स्तर हम प्रभु पवित्र आत्मा को हमारे जीवन में पाते हुए ഈ पाते हैं. സെക്ഷനിൽ യേശു ദേവാലയത്തിൽ വന്ന് വചനം വായിച്ചതോടെ വരെയാണ് നമ്മൾ വന്നത്. और इस सेक्शन में हमने यह सीखा कि प्रभु यीशु मसीह ने इन स्तरों को पार करके देवालय में आके परमेश्वर के वचन को बताए. അടുത്ത സെക്ഷനിൽ നമുക്ക് മുന്നോട്ട് പോകാം. आगे के सेशन में हम इसको जारी रखेंगे. ദൈവം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. परमेश्वर पिता हम सबको आशीष നമുക്കൊരു വാക്കിൽ പ്രാർത്ഥിക്കാം. आइए एक प्रार्थना करें. കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് തന്ന നല്ല സമയത്തിനായി നന്ദി. प्रभु ये अच्छे समय आपने हमें दिए इसके लिए धन्यवाद. അങ്ങയുടെ കൂടെ നടക്കുവാൻ ഞങ്ങളുടെ ആത്മാവിന്റെ ബലത്തിൽ നിൽപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. आपकी अगुवाई पवित्र आत्मा के सामर्थ हमें दीजिएगा. അത് യേശുവിന്റെ നാമത്തിൽ തന്നെ. वो प्रभु यीशु मसीह के नाम से. ആമേൻ. आमीन.